മിക്ക ആളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാൻ ജയിച്ചേട്ടാ തുടങ്ങിക്കോളാം. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം ഞങ്ങളുടെ ഇങ്ങനെ ഒരു കാര്യത്തിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും എത്തിയതിന്. ലൈഫിൽ ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ഇത്രയും കാലം ആഗ്രഹം നടന്ന് അത് ജനങ്ങൾ ഏറ്റെടുത്തു, അല്ലെങ്കിൽ തിയേറ്ററുകളൊക്കെ നന്നായി വന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായം കിട്ടി. അതിന് വലിയൊരു സന്തോഷത്തിലാണ്. ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യാനും അതിനൊപ്പം നമുക്ക് ഈ സിനിമയ്ക്ക് തുടക്കം മുതൽ കൂടെ നിന്ന് അപ്പൊ ഞങ്ങളെല്ലാവരും തന്നെ ഇനിയും വരാനുണ്ട് ആളുകൾ, ചിലർക്ക് ഷൂട്ടിംഗ് എത്താൻ പറ്റില്ലെങ്കിലും നമ്മളെല്ലാവരും ഇത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള പ്രയത്നമല്ലായിരുന്നു, ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനമായിരുന്നു. ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു, ഒരു അല്ലെങ്കിൽ അതിനുവേണ്ടി നല്ല സബ്ജക്റ്റ് കിട്ടി, ഡയറക്ടർ അത് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങളൊക്കെ ആദ്യം ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് നന്ദി പറയുന്നു. അബ്ദു മുസാഫിർ ഫിലിംസ് ആണ് അദ്ദേഹത്തിന്റെ മുസാഫിർ അബ്ദു എന്ന അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന മൂവിയാണ്. പക്ഷെ എല്ലാ കാര്യത്തിനും ഞങ്ങളെ പോലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാളെ ലീഡ് ക്യാരക്ടർ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതിനും കൂടെ നിന്നതിനും ഇപ്പോഴും ഒരുമിച്ച് കട്ടയ്ക്ക് എല്ലാ കാര്യത്തിലും നിൽക്കുന്നതിനും വലിയ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പിന്നെ ബാക്കി കുറച്ച് സന്തോഷ കാര്യങ്ങൾ പറയാനുണ്ട്, അത് അതിനും കൂടി എത്തിയിട്ട് പറയാം. ഞാൻ എന്തായാലും വിപിന് കൊടുക്കാം. നമസ്കാരം. വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഞങ്ങളിവിടെ എല്ലാവരും നിൽക്കുന്നത്. അതിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വലിയ വലിയ സിനിമകളുടെ കൂട്ടത്തിലാണ് നമ്മളുടെ ഈ ഗുമസ്തൻ ഇറങ്ങിയത്. ഈവൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പോലും ഞങ്ങൾ പടം നല്ലതാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പരിധിയിൽ കൂടുതലുള്ള പ്രതീക്ഷ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോ ഞങ്ങളും ആ സിനിമയെ എന്തായാലും ഇതിന്റെ കൂട്ടത്തിൽ വന്ന് ഒരു മോശമായില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇവിടെ കണ്ട ജനങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങളോട് ഓരോ ദിവസവും വരുന്ന മെസ്സേജുകൾ, കോളുകൾ, മാത്രമല്ല ഉള്ള തിയേറ്ററുകളിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം, എറണാകുളത്ത് എല്ലായിടത്തും ഉറച്ചെത്തിയിട്ടുണ്ട്. ഈ വലിയ സിനിമകളുടെ ഇടയിൽ ഞങ്ങളും തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് കാരണക്കാരായ നിങ്ങളോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സിനിമ ഈ ആളുകളുടെ ഈ അല്ലെങ്കിൽ വലിയ ബഹളത്തിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇനിയും ഒരുപാട് ആളുകളിലേക്ക് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഒരു സിനിമയുടെ വിജയം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. അത് തന്നെയാണ് ആളുകളിലേക്ക് ഇനിയും എത്താനുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു പല പല പടങ്ങളും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ഭരതനാട്യത്തിലാണ് ഇപ്പൊ OTT-യിൽ ഇറങ്ങിയിട്ട് ഭയങ്കര അഭിപ്രായം. ഗോളത്തിലുണ്ടായിരുന്നു. എപ്പോഴും നമ്മള് ഞാൻ ഇപ്പൊ വിശേഷം കണ്ടിട്ട് ഞാൻ OTT കണ്ടിട്ടാണ് ഞാൻ എന്റെ ഡയറക്ടർ വിളിച്ചത്. അപ്പൊ അതേപോലെ നമ്മൾ നേരിട്ട് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. പക്ഷെ തിയേറ്ററിൽ കണ്ടിട്ട് പറയുന്നതും OTT-യിൽ കണ്ടിട്ട് പറയുന്നതും തമ്മിൽ രണ്ട് സന്തോഷത്തിന്റെ വ്യത്യാസമുണ്ട്. അത് മാത്രം മനസ്സിലാക്കുക. തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ഇനിയും ഈ സിനിമ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. താങ്ക് യു. ഈ സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രം, ഏറ്റവും ആളുകൾ എടുത്തു പറയുന്ന കഥാപാത്രം ഷാജു ചേട്ടന്റെയാണ്. അപ്പോൾ ഷാജു ചേട്ടൻ സംസാരിക്കും. വിപിൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടായ്മയുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് വന്നു ചേർന്നാണ് എല്ലാവരും. ഈ നിമിഷവും നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു പ്രമോഷൻ ആണെങ്കിലും സിനിമ കാണുന്നതിനായാലും എല്ലാം ഞങ്ങൾ ഇപ്പോഴും അതേപോലെ ആ ടീം ഒരുമിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആ ഷൂട്ടിങ്ങിന്റെ സമയം മുതൽ ഈ നിമിഷം ഈ വിജയം പങ്കുവയ്ക്കാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സമയം വരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീമായിട്ട് നമ്മൾ സിനിമയെ നോക്കിക്കണ്ട് അതുപോലെ ചെയ്ത്. പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയാനുള്ള ജെയ്സിന്റെ കാര്യമാണ്. ജെയ്സാണ് ആദ്യമായി ഈ സിനിമയുടെ ഞാൻ ഫസ്റ്റ് ജെയ്സുമായിട്ട് ഇരിക്കുന്നത്. ഇങ്ങനൊരു വേഷം ചെയ്യണമെന്നും ഈ വേഷം നമ്മൾ തമ്മിൽ ഇങ്ങനെയൊരു സീക്വൻസ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ നന്നായിട്ട് വരണമെന്നും പറയുമ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ആ റോൾ എന്ന് പറയുന്നത്. അത് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഈ ഗുമസ്തന്റെ പിന്നണിയിൽ നിറഞ്ഞ ഇത്രയും പേര് ഏറ്റവും മനോഹരമായിട്ട് അവരുടെ സ്പേസിൽ പെർഫോം ചെയ്ത ഒരു സിനിമയായിരിക്കും. അതിന്റെ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഓരോ അഭിപ്രായങ്ങളും മാത്രമാണ്. അതിന്റെ വലിയ സന്തോഷം ഞങ്ങൾ വളരെ മനസ്സ് തൊട്ട് സന്തോഷത്തോടു കൂടെ പറയുന്നത്. താങ്ക് യു. എല്ലാവർക്കും നന്ദി.
ടോണി ബിബിൻ പറഞ്ഞൊരു പോയിന്റോടാണ് വരുന്നത്. ബിബിനാണെന്നുണ്ടെങ്കിലും ആദ്യ സിനിമ എഴുതുന്ന സമയത്ത് ഒരു വലിയൊരു താരനിര തന്നെ ബിബിന്റെ കൂടെ ഉണ്ടായിരുന്നു. അമർ ആന്റണി, ആന്റണി, അതുപോലെ തന്നെ ഞാൻ എഴുതുന്ന സമയത്ത് എനിക്ക് മമ്മൂക്ക എന്നുള്ള വലിയൊരു താരം കൂടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാർ വാല്യുള്ള ആർട്ടിസ്റ്റ് വരാതിരിക്കുമ്പോൾ നമ്മളങ്ങനെ ഒരു പടം നമ്മൾ തട്ടക്കേറ്റുമ്പോൾ കുറച്ച് നമ്മളൊരു വിശേഷമായിക്കോട്ടെ, ഭരതനാട്യം ആയിക്കോട്ടെ, ഭരതനാട്യം സൈജു എന്നുള്ളൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഭരതനാട്യം ഒരു പരിധിവരെ മുങ്ങിപ്പോകാനുള്ള കാരണം ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആഴ്ചയിലായിരുന്നു പടം ഇറങ്ങിയത്. പൊതുവെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും ആൾക്കാർക്ക് ഒരു വിരക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കുഞ്ഞു പടം ചെയ്തു, പഴഞ്ച പണയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അവസാനം അതിന്റെ പോസ്റ്റ് ഒട്ടിക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടിയും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടു. ആ സിനിമ ഞാൻ കണ്ണൂർ സ്കോളിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാ ചാനലുകാരെയും, ഇപ്പോ OTT-യിൽ ഏതൊക്കെ ചാനലുകാരുണ്ടോ അവരെല്ലാവരെയും വിളിക്കുക, മെയിലയക്കുക, എന്തായി കണ്ടോ, ഇല്ല ഞങ്ങൾ കണ്ടിട്ടില്ല, കണ്ടിട്ട് വേണം മുകളിലോട്ട് കയറ്റി വിടാന്. അപ്പൊ മുകളിലോട്ടുള്ളവരെ വിളിക്കാൻ പറയും, താഴെയുള്ളവർ കണ്ടിട്ടില്ല, താഴെയുള്ളവർ കണ്ടിട്ടോ, മുകളിലുള്ളവർ ഞങ്ങൾ കാണാന്. അങ്ങനെ തിരിച്ചും തിരിച്ചും പറഞ്ഞല്ലാതെ ഒരു OTT പ്ലാറ്റ്ഫോം എടുക്കുകയും ചെയ്തില്ല. സെല്ലിംഗ് പോയി അവസാനം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അപ്രോച്ച് കൊടുത്തത് ഞാൻ ഇതൊന്നൊരു പേപ്പർ വ്യൂ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഇട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അതും നടന്നില്ല. നല്ല സിനിമയാണ്, നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതും നടന്നില്ല. അങ്ങനെ അവസാനം സൈന പ്ലേയിലാണ്. ആ സൈന പ്ലേയിൽ ആ പടം ഇറങ്ങിയതിനു ശേഷം ഇറങ്ങി അന്ന് മുതൽ മിനിമം ഒരു 10-15 ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് വന്ന് ആ ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് ഞാൻ സ്റ്റോറി ആയിട്ടിട്ട് അങ്ങനെ അതുവഴി കുറെ മാർക്കറ്റ് ചെയ്ത് അങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കൊരു കുഞ്ഞു സിനിമ, അത് അമൽ കെ ജോബിയുടെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കാഞ്ഞ ബുദ്ധിയാണ്, അത് വേറെ കാര്യം, അതോടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് എടുത്തു വേണ്ട കാര്യം എന്ന് വെച്ചാൽ ജെയ്സ് എന്നുള്ള ഒരാളുടെ നടനേക്കാൾ ഉപരി ഒരു വ്യക്തി ഒരു സിനിമ അത് പ്രൊജക്റ്റ് ആക്കി മാറ്റുക, പ്രൊജക്റ്റില് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ സിനിമ കറക്റ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്യുക, ഇങ്ങനെ തിയേറ്ററുകള് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുക, അതിന്റെ ബിസിനസ് തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ വളരെ ശ്രമകരം എന്ന് പറഞ്ഞാല് നമ്മള് ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മള് എത്രയോ പേരുടെ ഒരു അധ്വാനമാണ്. നമ്മൾ 4 മുറിക്കകത്ത് ഒരു ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മള് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫ്, മറ്റേ 7 രീതിയിൽ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ചെയ്യാൻ പാടില്ലെന്നല്ല, പക്ഷെ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് വളരെയധികം വിഷം തോന്നും. എത്രയോ മേക്കേഴ്സ് നിങ്ങളുടെ തന്നെ ഇപ്പൊ മീഡിയക്കാരുടെ തന്നെ നമുക്ക് വളരെ പരിചിതമായ പല സുഹൃത്തുക്കളും കേട്ടാ ഞാനോ കാര്യം സെറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പറഞ്ഞത് കംപ്ലീറ്റ് ആക്കി കഥ കേൾക്കാൻ പറ്റും. എനിക്ക് വരുന്ന എല്ലാ ഇടത്തെയും കഥകൾ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ട്. പറ്റാവുന്ന സജഷൻസ് എനിക്ക് അറിവുള്ള പോലെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് റെഫറൻസ് ആയിട്ടുള്ള സിനിമകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അത്രമാത്രം ഒരു വലിയൊരു ആർട്ട് ഫോമാണ്. അപ്പൊ അത് ഭയങ്കര എളുപ്പത്തിൽ അതിനെ തച്ചുടയ്ക്കുന്നതാണ് പലർക്കും വിഷമം വരാറുണ്ട്. അതോടെ നിൽക്കട്ടെ. അപ്പൊ ഇതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഞാൻ ജെയ്സനും കൊടുക്കും, അതുപോലെ അമൽ കെ ജോബിക്ക് കൊടുക്കും. വളരെ കൃത്യമായിട്ട് നമ്മള് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ് നമ്മൾ ധരിപ്പിക്കാനും നല്ല കഴിവുള്ളൊരു മനുഷ്യനാണ് ഇയാള്. ഇനി ഒരുപാട് നല്ല തിരക്കഥാളി ഇറങ്ങുന്നുണ്ടാവും, നല്ല സംവിധാന സംഘടന ഉണ്ടാവും. ജെയ്സിന് ഒരുപാട് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ജെയ്സിന് നന്നായിട്ട് ഒരുപാട് ഏരിയയിൽ, കാരണം നിങ്ങളത് കാണുന്ന പോലെ പടം കണ്ടോ മനസ്സിലാവും, വളരെ പരിമിതമായ ലൊക്കേഷൻസിൽ എന്നാൽ അതിന്റെ യാതൊരു തോതിലുള്ള പരിമിതികളിൽ നമ്മളെ അറിയിക്കാണ്ട് തന്നെ മനോഹരമായിട്ട് സിനിമാറ്റോഗ്രാഫി കുഞ്ഞുണ്ണി മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വലിയൊരു ടെക്നിക്കൽ ക്രൂ, എഡിറ്റർ അയ്യൂബ് ഖാൻ, ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് ബിനോയ്, അതുപോലെ തന്നെ സ്റ്റീവൻ ദേവസി, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പറ്റാവുന്ന പോലെ നമ്മുടെ അവിടെ ആ ക്രൂവിൽ നൽകുന്നവരിൽപ്പെട്ട എല്ലാവരെയും നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അലക്സി കുര്യൻ, മഞ്ജു ഒന്നും ഉണ്ടായിരുന്നില്ല. മഞ്ജുവിനെ നമ്മുടെ ക്യാരക്ടർ ചെയ്യിച്ചാണ്. മഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ സ്മിനു ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അത് മഞ്ജു ഒന്നും ഇല്ലാതെ നല്ല കാര്യം, സ്മിനുവിന്റെ തൊപ്പി തെറിച്ചേനെ. അപ്പൊ അങ്ങനെ എല്ലാ തോതിലും ഒരു സിനിമ അപ്പൊ അങ്ങനെ ഒരുപാട് പ്രയത്നം ഒരു സിനിമയിൽ എടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബിബിൻ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങൾ അത് ഓർമ്മ കാണുമ്പോൾ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇതിപ്പോ എന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പരിപാടികൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതർ ലാംഗ്വേജ് റൈറ്റ്സിന്റെ കാര്യങ്ങൾ ഒക്കെ ഡീറ്റെയിലായിട്ട് സംസാരിക്കും. സത്യമായിട്ടും നിങ്ങളോട് ഇന്ന് നമ്മുടെ പടം സക്സസ് ആയത് മാത്രം പറയാനല്ല നിങ്ങൾ എല്ലാവരും വിളിച്ചത്.
ഒരു വലിയൊരു സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാനാണ്. അത് ഏതാനും നിമിഷങ്ങളിൽ ഡയറക്ടർ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി. അല്ല, നരേനും കൂടെ വന്നിട്ട് നരേനെ വെയിറ്റ് ചെയ്യുന്നു. ബിനോയ്, നമ്മുടെ പടത്തിന്റെ ഏറ്റവും വലിയ പടത്തിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ബിനോയുടെ ഒരു മ്യൂസിക്കാണ്. റീ റെക്കോർഡിങ് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തത്. ഈ പടത്തിന്റെ ഏറ്റവും വലിയ സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് അവിടെ നിന്നായിരുന്നു. അതിനുശേഷം ബാക്കിയല്ല, കാരണം അത്രത്തോളം ഇത്രയും നമ്മള് ശരിക്കും പറഞ്ഞ പ്രതീക്ഷയല്ല ഇത്രയും. കാരണം പക്ഷെ ഇവര് പ്രതീക്ഷിച്ചിരുന്ന ആദ്യം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുതിയ ആൾക്കാരാണ് ഓക്കെ ചെയ്ത ഇത്രത്തോളം വരുമെന്ന് നമ്മളൊക്കെ വലിയ ആശങ്കയിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ബിനോയ് ഗംഭീരമായിട്ട് ചെയ്തു. ബിനോയ് ഒരു 2 വാക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ കീബോർഡിൽ വായിച്ചാലും മതി. ഇത്രയും വലിയൊരു അവസരം ലഭിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഈ ഫിലിമിൽ കുറെ മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ചാൻസ് തന്നെ ആദ്യം ജയ്സനോട് നന്ദി പറയട്ടെ. ജയ്സന് ഞാൻ കണ്ടുമുട്ടിയ കാര്യം പറയുകയാണെങ്കിൽ അത്രയും അത്ഭുതകരമായ സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനത്തെ സിറ്റുവേഷനിലാണ് കണ്ടുമുട്ടിയത്. ജയ്സന്റെ മുമ്പിൽ ഞാൻ മുമ്പ് ചെയ്തിരുന്ന കുറച്ച് സോങ്സ് പ്ലേ ചെയ്യേണ്ട ഒരു അവസരം വരികയാണ്. ജയ്സനും നോക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കുറെ കണ്ടിട്ടുണ്ട്, ഞാൻ പറയുന്നത് കുറെ കണ്ടിട്ടുണ്ട്. അതായത് ജയ്സേട്ടൻ ഒരു 4ാമത്തെ സോങ്ങില് ഈ ഫിലിമിലത്തെ ജയ്സേട്ടന്റെ പോർഷനിൽ വരുന്ന തീം മ്യൂസിക് ജയ്സേട്ടനാണ് അവിടെ പിക്ക് ചെയ്യുന്നത്. നേരത്തെ റോണിച്ചേട്ടൻ പറഞ്ഞു ജയ്സേട്ടൻ ഇതിനുവേണ്ടി പ്രയത്നിച്ച് പല സിറ്റുവേഷൻസ് കാണുമ്പോൾ ജയ്സേട്ടന് അഭിനയിക്കുക മാത്രമല്ല എല്ലാ തരത്തിലും പുള്ളി എങ്ങനെ ഇത് മുൻകൂട്ടി കണ്ടെന്ന് വരെ ഞാൻ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് തന്നെ അമൽചേട്ടൻ കണ്ടതിന് ശേഷം ഒരു എനിക്ക് തോന്നുന്നു മോർ ദാൻ 10 കമ്പോസേഴ്സിന് നോക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഈ 2 പേരും ഇതിൻ്റെ നിർമ്മാതാവായ നമ്മുടെ അബ്ദുക്കയുടെ അടുത്ത് കൺവിൻസ് ചെയ്യാൻ, അബ്ദുക്ക ഇതിൻ്റെ അവസാനം അബ്ദുക്കയുടെ ടൈറ്റിൽ ആ ട്യൂൺ ആ തീം വന്നതിന് ശേഷമാണ് അബ്ദുക്ക കൺവിൻസ് ആയിട്ട് സന്തോഷം ടീം അത് കൂടുതലായ കസേര അത്രയും നന്നായിരുന്നു. അത്രയും നല്ല ടീം വർക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. നരേൻ 2 വാക്ക് നമ്മുടെ പടത്തെ പറ്റി. നമസ്കാരം. നമസ്കാരമായിരുന്നു. സോറി. തീർച്ചയായും ഇവിടെ ഓക്കെയാണോ? നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ജെയ്സിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണത്. ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ആണ് ഞാൻ ഈ പടത്തിൽ ഇൻവോൾവ് ആയത്. ഗസ്റ്റ് റോൾ ആണെന്ന് പറഞ്ഞു, 2-3 ഷോർട്ട്സേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ഞാനും പറഞ്ഞു. പടം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒന്ന് പ്രോബബ്ലി ഞാൻ ചെറിയൊരു ജസ്റ്റ് 2-3 ഷോർട്സ് മാത്രമായതുകൊണ്ട് മൊത്തം സ്ക്രീൻ പ്ലേ കേൾക്കാതെ ചെയ്തൊരു സിനിമയാണ്. കഥ കേട്ടു, കഥ മനോഹരമായി നമ്മൾ പറഞ്ഞു, അതൊരു മനോഹരമായ ഒരു മേക്കിംഗ് ആയിരുന്നു. സോ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മെയിൻലി എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പലവരും ജെയ്സിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ജെയ്സിനെ കുറിച്ച്, ജെയ്സിൻ്റെ പാസ്റ്റ് അറിയാം, കുറച്ച് പറയണോ വേണ്ടേ?
പിന്നെ ബോംബെ അതുപോലെ കേസ് കിട്ടും ജെയ്സൺ ആക്ച്വലി ഞാൻ ദുബായിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. വളരെ സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജെയ്സൺ. അതിനിടയിലാണ് ജെയ്സിന് സിനിമാ മോഹം കയറി വരുന്നത്. ജെയ്സ് വളരെ ആരും ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ബിസിനസ് അവിടെ നിർത്തിവെച്ച് നാട്ടിലേക്ക് വന്ന് ഫാമിലിയോട് കൂടി നാട്ടിലേക്ക് വന്ന് വടക്കാഞ്ചേരി സെറ്റിൽ ചെയ്ത് സിനിമാ മോഹത്തിൻ്റെ പിന്നിൽ സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ ഒരു കക്ഷിയാണ് ഈ ജെയ്സ്. ആരും ചെയ്യാത്തൊരു കാര്യമാണ്. സോ അത് എത്രയോ വർഷങ്ങളായി പല പടങ്ങളിലും അഭിനയിച്ചു. ജെയ്സിന്റെ തുടക്കം മുതൽ ഞാനും പല സുഹൃത്തുക്കളും ഞങ്ങൾ വെരി ഹാപ്പി ഫോർ ജെയ്സ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് നൗ ഒരു പ്രോജക്റ്റ് എല്ലാം ഡിസൈൻ ചെയ്ത് ജെയ്സ് തന്നെ ലീഡായിട്ട് കുടുംബസ്ഥ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നു. സോ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ പല ഫ്രണ്ട്സിനും ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ജെയ്സിൻ്റെ ഞങ്ങൾ 2018 ജെയ്സ് പെർഫോം ചെയ്യുമ്പോൾ പടത്തിൻ്റെ അവസാനം ഞങ്ങളുടെ സീനിലാണ് തീരുന്നത്. അപ്പോൾ ജെയ്സിൻ്റെ ഓരോരോ സ്റ്റെപ്പും സുഹൃത്തുക്കളായി ഞങ്ങൾ പലരും വളരെ സന്തോഷം കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ. കുടുംബസ്ഥൻ കണ്ടപ്പോഴും വളരെ സന്തോഷം തോന്നി. ആൻഡ് മീഡിയയുടെ സപ്പോർട്ടും ഐ കൻ സീ ദാറ്റ്. സോ വെരി ഹാപ്പി ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ആൻഡ് ഇതിൻ്റെ ഓരോ ആക്ടേഴ്സും ഇതിൽ ലൈക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ക്രൂ ആണെങ്കിലും ശരി, ആക്ടിങ് ആണെങ്കിലും ശരി, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തൊരു സിനിമയാണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ സിനിമയ്ക്ക് വേണം. താങ്ക് യു. താങ്ക് യു. കൃഷ്ണന്റെ സംവിധായകനെ ഇവർക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. നമ്മൾ അവരെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അമൽ റൈറ്റർ, അതെ, ഇവരെല്ലാവരും വിനയന്റെ ക്യാമറ ആയതുകൊണ്ട് ചെറിയ മക്കള് അവര് സംസാരിച്ചു. അമല് രണ്ടുപേർ സംസാരിച്ചു. അമലാണ് നമ്മുടെ പടത്തിന്റെ ഡയറക്ടർ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് ഇരിക്കുന്നത്. നമ്മളിപ്പം എന്താ ഇതിന്റെ മുമ്പ് ചെയ്തിട്ട് പല പടങ്ങളെയും പ്രസ് മീറ്റിന്റെ വീഡിയോസും ലൈവ് പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അവിടെ ഇത് കണ്ടിട്ടേ ഉള്ളൂ. ഇത്രയും ക്യാമറ കഴിഞ്ഞിട്ട് കുറെ ഗവൺമെന്റ് നല്ല ടെൻഷനുണ്ട്. അതിലൊരു നല്ല സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പടം പോയി കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായി. കുറേ പടങ്ങളുണ്ടായിരുന്നു. അതായത് ഓൾറെഡി കിഷ്കിന്ദാണ്ടും AR-ഒക്കെ ഭയങ്കര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും നല്ല കളക്ഷൻ ആ പടം പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ 8 സിനിമകളാണ്, അതെ 8 സിനിമയാണ് റിലീസ് ചെയ്തത്. ആ കൂട്ടത്തിൽ നമ്മുടെ ചെറിയൊരു സംരംഭം, നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു സിനിമ റിലീസായപ്പോൾ അത് എങ്ങനെ എടുക്കും പ്രേക്ഷകർ, അല്ലെങ്കിൽ ഈ പടങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകുന്ന ഒരു ടെൻഷനും ഒരു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പടം കണ്ട പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയും കുറേ മെസ്സേജുകളും കുറേ ഫോൺ കോൾസും എല്ലാം വരുന്നുണ്ട്. പടത്തെ പറ്റി പറയുകയും അപ്രീസിയേഷൻസ് കുറേ വരുന്നുണ്ട്. കുറേ എനിക്കുൾപ്പെടെ ഫുൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ഇത്രയും ലെവലിലേക്ക് ആൾക്കാരെ ഏറ്റെടുക്കും അല്ലെങ്കിൽ ഇത്രയും അഭിപ്രായങ്ങൾ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകുന്നത് ഒരു മോശം സിനിമയാവത്തില്ല, ഒരു തലക്കേടില്ലാത്ത സിനിമയാവും, ഒരു വിനോദാന്തി സിനിമയായിരിക്കും, ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിലുപരി അതിനപ്പുറത്തേക്ക് പ്രേക്ഷകർ പറയുമ്പോൾ ഇരട്ടി വളർന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ ലൊക്കേഷനാണ് ഈ ഒരു കൂട്ടായ്മയും അതിലുണ്ടാകുന്ന എല്ലാവരും വളരെ ഹാപ്പിയായിട്ട് കണ്ടുകൊണ്ടേ നമ്മൾ തുടങ്ങി. അന്ന് തുടങ്ങി അതേ എല്ലാവർക്കും ഇപ്പൊ അവസാനം പടം ഇപ്പോൾ ഇരിക്കുമ്പോൾ അത് എല്ലാവർക്കും അങ്ങനെ അയക്കുന്നത് അതൊക്കെ വലിയൊരു സന്തോഷമാണ്. പിന്നെ ഇനിയിപ്പം കുറച്ച് എന്താ പറയുക, ഈ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പടം വിജയിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് ഡെവലപ്മെന്റ്സ് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ കുറെ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാനുണ്ട്. അതിപ്പോ വഴിയായിട്ട് നമ്മളിപ്പോ പിന്നെ തീർച്ചയായും കാര്യം നമ്മള് ഈ സിനിമ ആക്ച്വലി ജയ്സേട്ടൻ എനിക്ക് നേരത്തെ പരിചയം. ജയ്സേട്ടൻ ഒരു ഇന്റിമേറ്റ് സുഹൃത്താണ്. അപ്പം പുള്ളിയാണ് ആക്ച്വലി സബ്ജക്ട് ആണ് കേൾക്കുന്നത്. റിയാസാണ് സ്ക്രിപ്റ്റ്. റിയാസാണ് ആക്ച്വലി ജയ്സേട്ടന്റെ കഥ എന്ന് പറയുന്നത്. ജയ്സേട്ടൻ കഥ കേട്ടിട്ട് എന്നെ വിളിക്കുകയാണ്, അവനൊരു കഥ കേട്ടിട്ടുണ്ട്, നല്ല കഥയാണ്, ഒന്ന് കേട്ട് നോക്കുന്നത്. അപ്പൊ ഓക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ ആരും ഇല്ലായിരുന്നു. നമ്മൾ പ്രൊജക്ട് ഉണ്ടാക്കാൻ ഒരു ഗട്ട് ഫീൽ ഉണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ കഥ കേട്ടപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളെല്ലാം ടീമായിട്ട് ഇരുന്ന് കഥ കേട്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി, വർക്കൗട്ട് ആവുന്ന ഒരു പ്രതീക്ഷ തോന്നി. അങ്ങനെ ഇപ്പോൾ അടുത്തൊരു ഓപ്ഷൻ, അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന നേരത്തെ നമ്മൾ പല ആൾക്കാരെ നമ്മൾ സമീപിച്ചു, പല ആൾക്കാരെ നമ്മൾ സംസാരിച്ചു, പലരോടും നമ്മൾ ഈ പ്രൊജക്ട് പിച്ച് ചെയ്തു. അപ്പൊ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റലൈറ്റ് ഒരു ആർട്ടിസ്റ്റ് വേണം, ഒരു ഹീറോ വേണം, അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഭയങ്കര ലെവലിലേക്ക് കാസ്റ്റിംഗ് എല്ലാവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ ഒരിക്കലും നമുക്ക് പറ്റില്ല. കാരണം ഈ പ്രൊജക്റ്റിൽ നമ്മൾ ആ കഥ കേട്ടപ്പോഴും റൈറ്റർ റിയാസിനാണെങ്കിലും
ഇപ്പൊ എനിക്കാണെങ്കിലും ആ ക്യാരക്ടർ സെൻട്രൽ ക്യാരക്ടർ ജയിച്ചിട്ട് തന്നെ ചെയ്യുന്ന ഒരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു, കുറെ ട്രൈ ചെയ്തു. അങ്ങനെ എന്തോ ദൈവത്തിന്റെ പുറത്ത് നമുക്ക് അവസരം വീടിന്റെ ഒരു മുത്താണ് ഞങ്ങളുടെ പ്രൊഡ്യൂസർ അബ്ദുള്ള. ഇദ്ദേഹം മലപ്പുറക്കാരനാണ്, ആദ്യമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ കഥ ഞങ്ങൾ ആദ്യം പറയുന്നത് ഒരു ഫോറസ്റ്റിൽ കഥ പറയുന്നത് അല്ല, മലപ്പുറത്ത് ഒരു ഫോറസ്റ്റില് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൊറർ മൂഡിൽ നിന്ന് കാട്ടിരുന്ന കഥ പറയുന്നത്. അപ്പൊ അന്ന് മുതൽ പുള്ളി കഥ കേട്ടവിടെ ഇത് ചെയ്യാമെന്ന് പറയുക, പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി തോന്നി. അപ്പം അന്ന് മുതൽ പുള്ളി ഇതൊന്ന് സപ്പോർട്ട് ചെയ്തു. കാരണം ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന പുള്ളി, അതായത് നമ്മളെ വിശ്വസിച്ച് ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും അന്ന് മുതൽ ഡേ ബൈ ഡേ ഇതിന്റെ ഓരോ കാര്യങ്ങൾക്കായിട്ട് പുള്ളി നമുക്ക് കറക്റ്റ് സപ്പോർട്ട് നമ്മൾ ഈ നിമിഷം വരെ ഇപ്പോഴാണെങ്കിലും എന്താ പറയുന്നത്, ഒരു എല്ലാ കാര്യങ്ങൾക്കും പുള്ളി എന്ത് കാര്യം പറഞ്ഞാലും അതെ പ്രൊമോഷൻ എന്ത് കാര്യങ്ങളും പുള്ളി കൃത്യമായിട്ട് പുള്ളി നമ്മളെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നൊരു എന്താ പറയുക, ഒരു പടം കഴിഞ്ഞിട്ടും നമ്മളോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന കറക്റ്റ് സപ്പോർട്ടിൽ പ്രൊഡ്യൂസർ നിൽക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ മാത്രമല്ല സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ സിനിമ ഇപ്പൊ നമ്മൾ എന്ത് ഇപ്പൊ ലൊക്കേഷൻ ആണെങ്കിലും പോലും ഷൂട്ടിലാണെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഒരു ലെൻസ് വേണം, അല്ലെങ്കിൽ ഒരു സാധനം വേണം, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടി തയ്യാറായ പൈസ എത്ര പൈസയിലും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കട്ടക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഗുമസ്തൻ ഇത്രയും ഒരു എന്താ പറയുക നമുക്ക് ഒരു പ്രതീക്ഷകൾ നമുക്ക് ചെയ്ത് ചെറിയ പ്രമാണിക്ക് പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് എത്തിക്കാൻ പറ്റിയത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും അതുമായിട്ട് പറഞ്ഞാൽ തീരുന്നുണ്ട്. നമ്മുടെ ഈ പണം തുടങ്ങി ഇതിന്റെ പൂജയുടെ ദിവസം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറോട് പറഞ്ഞു മുമ്പിൽ വരണം. അദ്ദേഹം പറഞ്ഞു ഇല്ല, ഞാനിപ്പോൾ വരുന്നില്ല, ഞാൻ ഇപ്പൊ പിന്നിലാണ്, എനിക്ക് ഉറപ്പുള്ള ഒരു ദിവസം ഞാൻ ആദ്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ വരുന്ന പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രൊമോഷൻ ഇത്രയും ചാനലുകൾ വന്ന് നമ്മൾ പ്രൊമോഷൻ നടത്തി, നമ്മുടെ പ്രൊഡ്യൂസർ മുമ്പിൽ വന്നില്ല. അദ്ദേഹം ഇതിനകത്ത് നല്ല ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അദ്ദേഹം ഒന്നിനും വന്നില്ല. അങ്ങനെ പുള്ളി ആദ്യമായി ഇന്ന് മീഡിയയോട് സംസാരിക്കുന്ന ദിവസമാണ്. ഞാൻ എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തൻ എന്നൊരു സിനിമ ശരിക്കും പിന്നെ ഇതൊരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. കൂട്ടത്തോടെ നമ്മളെല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടെ ഒരു പിന്നെ ഒരു എന്തായിക്കോട്ടെ ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അത് കൂട്ടത്തോടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് ഗുമസ്തൻ എന്ന ഒരു സിനിമ. അത്രമാത്രം എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ഈ പടത്തിന്റെ റൈറ്റർ. അപ്പൊ ഞാനും ജയ്സേട്ടനും ഒരേ നാട്ടുകാരാണ്, പാലക്കാടുകാരാണ്. അപ്പൊ ഞാൻ ഈ കഥ എഴുതിയിട്ട് ജയ്സേട്ടനോട് തന്നെ ആദ്യമായിട്ട് പറയാൻ ചെല്ലുമ്പോൾ, ഞാൻ കയറി ചെല്ലുമ്പോൾ ജയ്സേട്ടന്റെ വീടിന്റെ മുന്നിൽ ഒരു ചെറിയ ചാരി കസേരയുണ്ട്. ഞാൻ കയറി ചെല്ലുമ്പോൾ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ കിടക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ഞാൻ ചെന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് കണ്ടെത്തി, അമല പറഞ്ഞു ഞങ്ങള് ജയ്സേട്ടനെ കണ്ടു. അത് അങ്ങനെയല്ല. ഞാൻ ചെന്ന് ഈ കഥ പറയുമ്പോ ഇതിനകത്തെ ഷാജുവേട്ടൻ ചെയ്യേണ്ട ക്യാരക്ടറാണ് ജയ്സേട്ടൻ ചെയ്യേണ്ടത്. ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ജയ്സേട്ടൻ എന്നെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി, ഇതില് ഞാൻ ആ പോലീസുകാരനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്നെ ഗുമസ്തനാക്കുമെങ്കിൽ ഞാൻ ഈ പടം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഞാനിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു, അപ്പൊ എന്റെ മനസ്സില് യഥാർത്ഥത്തില് സിനിമയിൽ ഇന്ന് വരെ വില്ലനായിട്ട് കണ്ടിട്ടുള്ള ഒരാൾ തന്നെ അത് വേണമെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചു ശരി എന്നാ പിന്നെ ചേട്ടൻ ആയാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേട്ടനെ വെച്ച് ആര് ഈ സിനിമ ഡയറക്ട് ചെയ്യും എന്ന് ഞാൻ ചോദിച്ചു. അത് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 മാസം എടുത്തും തോന്നുന്നു അമലിന്റെ കാര്യം എന്നോട് പറയാം. അത് കഴിഞ്ഞ് അമലിന്റെ അടുത്ത് പോയി. അമല് പറഞ്ഞു ജയ്സേട്ടൻ ഓക്കെയാണ്, കുഴപ്പമില്ല, അപ്പൊ നമുക്കൊരു നിർമ്മാതാവായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. അതിലും ജയ്സേട്ടൻ അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഇതിനകത്ത് PRO വർക്ക് ഒഴിച്ച് ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് ജയ്സേട്ടനാണ്. സത്യം പറയാൻ ഞങ്ങൾക്ക് ടൈറ്റിൽ ജെയ്സൺ ജോസ് മാത്രം എഴുതിയാൽ മതിയായിരുന്നു, ബാക്കി എല്ലാം ജയ്സേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡബ് ചെയ്തിട്ടില്ലേ, സ്മിനി ചേച്ചിക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് ജയ്സേട്ടൻ. അങ്ങനെ പിന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് അമലിനോടാണ്. അമലൊരു റൈറ്റർ ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു പുതിയ മുഖം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഒരു കൊമേഴ്സ്യൽ എലമെന്റ്സ് ചേർക്കുന്നതിലുണ്ടായിരുന്ന കുറെ മിസ്റ്റേക്സ് കാര്യങ്ങൾ. ഒരു സ്ക്രിപ്റ്റില് 100% ഇൻവോൾവ് ചെയ്ത് ഒരു നല്ല കൊമേഴ്സ്യൽ സിനിമ എങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് അമൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എത്ര പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ അമലിന്റെ റൈറ്റിംഗ് അത് എനിക്കൊരു വലിയൊരു ഹെൽപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇതൊരു ശരിക്കും പറഞ്ഞ ഇതൊരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് ഒരാൾ മാത്രം എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടാനേ പറ്റും.
എന്തായാലും എനിക്ക് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. നീ പറയാത്ത 2 സീൻ പോയി. അങ്ങനെ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ. അപ്പൊ ഞാനും അവരും ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു വലിയ ബിഗ് സിനിമയൊന്നും അല്ല, ഒരു ചെറിയ സിനിമ. അപ്പൊ പ്രൊഡ്യൂസർ സംരക്ഷിക്കപ്പെടുന്ന തരത്തിൽ അത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ഒരു സിനിമ ചെയ്യാം, എല്ലാവരും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും, ആരും മോശം പറയാത്തൊരു സിനിമ ചെയ്യാം എന്നൊരു ഉറപ്പ് മാത്രമേ ഞങ്ങൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ആരും കണ്ടിട്ട് മോശം പറയില്ല എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ആദ്യം മുതലേ ഉണ്ട്. പക്ഷെ ഇന്ന് ഈ നിമിഷം ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. കാരണം ഒരു കൊമേഴ്സ്യൽ സിനിമ എന്താണ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയത് ഈ സിനിമയുടെ വിജയം കണ്ടപ്പോഴാണ്. അപ്പൊ ഇതിന് പ്രേക്ഷകരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്. അത് ഈ അവസരം ഉപയോഗിച്ച് ഞാൻ എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. അല്ലല്ല അയ്യോ അങ്ങനെയല്ല. അല്ല ഞാൻ നിങ്ങളെ ഒരുപാട് നമ്മൾ സംസാരിക്കാൻ ഒരു മാറ്റർ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച മാറ്റർ പറഞ്ഞിട്ട് സ്പിനു. അപ്പൊ നമുക്കിതിനകത്ത് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയ സിനിമയായിട്ട് ഇത് തുടങ്ങി ദിവസം സഹായിച്ച് നല്ലപോലെ ആലോചിച്ചേട്ടനെ പോലെ ഒരാളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ നമുക്ക് വിതരണത്തിന് എടുത്തു. നല്ല രീതിയിൽ നമുക്ക് തിയേറ്ററിൽ കിട്ടി. അത് ജനങ്ങളെ പോലെ നന്നായി ഏറ്റെടുത്തു ഈ സിനിമ. ആ സന്തോഷത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് സന്തോഷ വാർത്തകൾ കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിത് വിളിച്ചത്. നമ്മുടെ പടത്തിന്റെ വേൾഡ് വൈഡ് റൈറ്റ്സ്, ഇന്ത്യക്ക് പുറത്തുള്ള വേൾഡ് വൈഡ് റൈറ്റ്സ് എല്ലാം തന്നെ സമത് ട്രൂത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സമത് ട്രൂത്താണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അവരിവിടെ ഉണ്ട്. ആ സന്തോഷ വാർത്ത ഞങ്ങളിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അതായത് നമ്മുടെ ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ടീമിൽ മെമ്പറായ സമത് ട്രൂപ്പാണ് അതിൽ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സപ്പോർട്ടാണ്. അതിന് അവരോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെ ഈ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മുടെ കന്നഡ റൈറ്റ്സ് രാജ് ബി ഷെട്ടിയുടെ ഗ്രൂപ്പായ ലൈറ്റർ ബുദ്ധ ഫിലിംസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ് റൈറ്റ്സ് മണി സിനി വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മുടെ ലൂസിഫർ, അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ഇങ്ങനെ ഒരുപാട് ആവേശം, ഇപ്പോ നമ്മുടെ കിഷ്കിന്ധകാണ്ഡം അവർ എടുത്തിരിക്കുന്നത്. അതിനെല്ലാം ശേഷം അവർ നമ്മുടെ പടമാണ് തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്. ആ സന്തോഷ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് കൂടിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞങ്ങൾ തുടക്കം തൊട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ഈ സിനിമ നമ്മൾ വിചാരിച്ച പോലെ പോകുകയാണെങ്കിൽ അതെങ്കിൽ സിനിമ കാണുമ്പോൾ അറിയാം നിർത്തുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്പേസിലാണ് നിർത്തിയിരിക്കുന്നത്. ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ആഗ്രഹം കൂടി ഞങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്യാണ്. ആ ഡയറക്ടർ പറയും. അതായത് ഈ സിനിമ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഈ പടം കാണുമ്പോൾ ടൈലന്റില് ഒരു സെക്കൻഡ് പാർട്ട്, ഒരു സീക്വൽ ലീഡ് ഇട്ടിട്ടാണ് പടം തീർക്കുന്നത്. അപ്പൊ ഒത്തിരി ആൾക്കാർ ഈ പടങ്ങളിൽ ചോദിക്കുന്നത് ഉടനെയുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ആ സീക്വലില് ശരിക്കും പറഞ്ഞാൽ ടൈലന്റിൽ വന്ന് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ക്യാരക്ടർ നരേന്ദ്രയുടെ ക്യാരക്ടറാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ എൻട്രിയും പ്രസൻസ് എന്ന് പറഞ്ഞാൽ വരവ് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഭയങ്കരമായിട്ടൊരു എനർജി തന്നൊരു പരിപാടിയാണ്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പം നമ്മുടെ പ്രൊഡ്യൂസറോട് സംസാരിച്ച എല്ലാവരെയും ഫീഡ്ബാക്ക് കിട്ടിയതിനു ശേഷം അദ്ദേഹം ഇന്നലെയായിട്ട് നിങ്ങളോട് പറഞ്ഞു സെക്കൻഡ് പാർട്ട് ഉടനെ ചെയ്യാം. അപ്പൊ അത് ഒഫീഷ്യലായിട്ട് നമ്മൾ തുടങ്ങാൻ ഒരു പരിപാടി, ഒരു തീരുമാനമുണ്ട്. ബാക്കി എന്താ ജേസന്റെ കൊടുക്കാം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഗുമസ്തൻ 2 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ സന്തോഷം അറിയിക്കാനാണ് ഞങ്ങളിപ്പോ മെയിൻലി നമ്മളോട് കൂടിയത്. ഇനി നമ്മുടെ സ്മിനു 2 വാക്ക് നമ്മളോട് സംസാരിക്കുന്നതാണ്. അല്ല, സ്മിനു സംസാരിച്ചിട്ട് ഞങ്ങൾ അതെ അലക്സ് ഇല്ല. നമസ്കാരം. ഈ സിനിമയിൽ എന്നെ അധികം സംസാരിപ്പിച്ചിട്ടില്ല, അതുപോലെ ഇവിടെയും എന്നെ സംസാരിപ്പിക്കാതിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ ഞാൻ ചെയ്യുന്ന സിനിമകളിൽ കുറച്ച് ബഹളവും അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നതാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലൈറ്റായിട്ട് ഒരു സിനിമ. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ടോ അവനോട്, അവനെ എനിക്ക് സംസാരിക്കാനൊന്നുമില്ലെന്ന്. വരും ചേച്ചി, സിനിമയിൽ ചേച്ചി ത്രൂ ഔട്ട് ഉണ്ടാവും. നോക്കുമ്പോൾ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് എത്തുന്നു, ഇതൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ സിനിമ വന്നപ്പോൾ ഒരുപാട് സന്തോഷം. നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റി. ബാക്കി ഇവിടെ ചോദ്യമൊക്കെ തയ്യാറാക്കി വന്ന കുറെ വേന്ദ്രന്മാരുണ്ട്. ചോദിക്കും.
ഒരു വിളിയിൽ നമ്മളെല്ലാവരും ചെന്നിട്ടുണ്ടെങ്കിൽ ജെയ്സിന്റെ വർഷങ്ങളായിട്ടുള്ള നമ്മളെല്ലാവരോടുള്ള സ്നേഹമാണ്. തീർച്ചയായിട്ടും എന്താണ് വേഷങ്ങൾ എന്ന് പോലും ചോദിക്കാതെ എത്തിയ ഒരുപാട് നടീനടന്മാർ ഈ സിനിമയിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചെന്ന് പോയല്ലോ എന്ന് തോന്നിച്ചില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ സക്സസ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഗംഭീരമായിട്ടൊരു സ്ക്രീൻ പ്ലേ എല്ലാം കൊണ്ടും നല്ലതായി വന്ന ഒരു സാഹചര്യം ഈ സിനിമയുണ്ടായി. അവന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ബാങ്കിങ് അവേഴ്സ്. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഒരുപക്ഷെ ആ സിനിമ ബാങ്കിങ് അവേഴ്സ് 2014 സുമേഷ് ഇവിടെ ഉണ്ട്. സുമേഷ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയയുടെ ഏറ്റവും വലിയ ആളാണ്. സുമേഷ് അമ്പലക്കൂടിയാണ് കെ മധുസാറിന്റെ ബാങ്കിങ് അവേഴ്സ് പറയുന്ന സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. അതിനുശേഷം എനിക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രാവശ്യം പല സിനിമകൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇതിനിടയിൽ കുറെ വർഷങ്ങൾ പോയിട്ടുണ്ടെങ്കിലും അതെ 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 ഇടയിൽ അദ്ദേഹം എതിരെ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു. അതിപ്പോൾ റിലീസ് ചെയ്യുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങൾ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരണപ്പെട്ട് അദ്ദേഹത്തെ ഹോസ്പിറ്റലായി വലിയൊരു ബുദ്ധിമുട്ടിലൊക്കെ കടന്നു പോകുമ്പോഴും അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും എന്താ പറയുക എനർജി പോവാതെ നോക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ എഫേർട്സിനാണ് ഇപ്പോൾ ഈ റിസൾട്ട് വരുന്നത്. അപ്പൊ എല്ലാ ആശംസകളും നല്ലതായി വരട്ടെ. അപ്പൊ സ്വീക്കലില് വിവിന്റെ ക്യാരക്ടർ നമ്മളൊക്കെ അപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളൊക്കെ ഇപ്പോൾ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഈ ഗുമസ്തൻ 2 അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ റിയാസിന്റെ മുന്നിൽ ചെന്നിട്ട് ഞാൻ മെമ്പറാണ് MLA ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി ഓരോരുത്തരാണ്. അപ്പൊ ഇവനെയൊക്കെ ഇനി എങ്ങനെ ആയിരിക്കും അവതരിക്കുക എന്നുള്ളതാണ്. അവിടെ നോക്കുമ്പോൾ അറിയുന്നുണ്ടാവും, ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ മുഖം ആണ്. ചെറുത് വലുതുമായിട്ടുള്ള കുറെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ആ സിനിമ ശ്രദ്ധിക്കപ്പെടണം, അത് പ്രേക്ഷകരിലേക്ക് എത്തണം, അത് വലിയ വിജയമാവണമെന്നത് തന്നെയാണ്. അപ്പോ ആദ്യമായിട്ടാണ് ഇതുവരെയുള്ള യാത്രയിൽ ഒരു സക്സസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് സിനിമ നീങ്ങുന്നത്. ഗുമസ്തനായതിൽ ഒരുപാട് സന്തോഷം. കഴിഞ്ഞ സിനിമയുടെ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ സൗഹൃദമാണ് ഈ സിനിമയിലേക്കും എത്തിച്ചത്. അമലേട്ടനായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. അമലേട്ടനിലേക്ക് എത്തിച്ചത് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് വഴിയാണ്. പിന്നെ ഇതൊരു കുടുംബം പോലെയാണ് ഈ സിനിമയുടെ സെറ്റ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിൽ കൂടുതലും ഈ CP അശോകൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കൂടുതലും ഷാജു ചേട്ടന്റെ കൂടെയും റോണി ചേട്ടന്റെ കൂടെയാണ് പോർഷൻസ് ഉള്ളത്. അപ്പോ ഇവരെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്ത് ഇവര് സീനിയേഴ്സ് ആണ്. ഷാജു ചേട്ടനാണെങ്കിലും എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആള്. റോണി ചേട്ടനാണെങ്കിലും ഞാൻ ആദ്യം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ ഞാൻ റോണി ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ കൂടെ നിൽക്കുമ്പോൾ ഓഫ് സ്ക്രീനിൽ നിൽക്കുന്ന സമയത്തും ക്യാമറ മുന്നിൽ നിൽക്കുന്ന സമയത്തും അവർ സീനിയേഴ്സ് ആണ്, ഞാൻ ജൂനിയർ ആണ്. സിനിമയിലെ കഥാപാത്രത്തിൽ വരുമ്പോഴും ഞാൻ ജൂനിയർ ആയിട്ടുള്ള CPO കഥാപാത്രമാണ്. SI ശിവരാമേട്ടൻ, പിന്നെ റോണിച്ചേട്ടൻ CA ആണ്. അതെ, അപ്പോ അത് ഒരു തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക്. നമ്മൾ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തും അത് ക്യാമറയിൽ മുന്നിൽ നിൽക്കുന്ന സമയത്തും ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വലിയ സന്തോഷമാണ് ഗുമസ്തൻ 2 അനൗൺസ് ചെയ്യുന്നു ഈ വേദിയിൽ. ഇത്രയും വലിയ താരങ്ങളും എല്ലാവരും ഉള്ള ഒരു വേദിയിൽ ഇരിക്കാൻ കഴിയുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരിൽ നല്ല അഭിപ്രായങ്ങളാണ് വരുന്നത്, അതിൽ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ടീമിനെ ഭാഗമാക്കിയതിന് എല്ലാവരും ആരെയും പ്രത്യേകം പറയുന്നില്ല. ആണെങ്കിലും ഒരു 2 പേര് സീരിയസ് ആയിട്ട് പാട്ട് ഭയങ്കര പിച്ചാത് നമ്മളെ കൊണ്ടൊന്നും കിട്ടൂലത്. അല്ലെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂവിന്റെ സമയത്തൊക്കെ പാടാനുണ്ടായിരുന്നു. അവര് വേറെ ചോദിക്കട്ടെ. ഞാൻ എന്തായാലും പറഞ്ഞിട്ട് അത് എല്ലാവരോടും ഓൺലൈൻ സുഹൃത്തുക്കളോട് എല്ലാവരോടും അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞാണ് ഓൺലൈൻ സുഹൃത്തുക്കളോടാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാ ആഴ്ചയും
ഒരുപാട് സിനിമകളുടെ പ്രൊമോഷൻ നടത്തുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നതാണ്. പലതും പ്രൊമോഷന് വേണ്ടി പറയുന്നതും അല്ലാതെയും എന്തൊക്കെയാണ് സത്യങ്ങളെന്ന് മനസ്സിലാക്കുന്നതാണ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ അത് അറിയാം, ഒരാളുടെ മനസ്സിൽ എന്താണ്, മുഖത്ത് എന്താണ്, എല്ലാം. പക്ഷെ ഈ സിനിമയെ പറ്റി ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാ സിനിമകൾക്കും അതിൻ്റെതായ എഫേർട്ടുകളുണ്ട്, കഷ്ടപ്പാടുണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് 2 കൊല്ലത്തെ ഒരാളുടെ വിഷനാണ്. ആ പേപ്പർ എടുത്ത് എനിക്ക് തോന്നുന്ന ഒരു വെളുപ്പിനോ അല്ലെങ്കിൽ രാത്രിയോ പേപ്പർ എടുത്ത് ദൈവമേ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങുന്ന മുതൽ ആ സിനിമയുടെ പരിപാടി തുടങ്ങും. അത് തുടങ്ങി, അത് എഴുതി, ഒരു ഡയറക്ടറെ കൺവിൻസ് ചെയ്ത് അദ്ദേഹം അത് കേട്ട് ഒരു നടന്റെ പുറകെ പോയി ഓടി നടന്ന് അയാളുടെ കുറെ കാര്യങ്ങൾ കേട്ട് പുറത്ത് നിന്ന് എന്താ പറയുന്നത് അവഗണിക്കപ്പെട്ട് പുച്ഛിക്കപ്പെട്ട് എല്ലാം പുറത്തു നിന്ന് എല്ലാ അവസാനവും ഡേറ്റ് കിട്ടി നമ്മളൊരു സിനിമ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ നന്നാവാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് എപ്പോഴും. അപ്പോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഇത് ഈ പറയുന്ന നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതല്ല, ഈ സിനിമയ്ക്ക് ഒരു സ്പെഷ്യൽ തരണമെന്ന് ഞാൻ പറയുന്നതിന്റെ കാര്യം അത്രയും ഹൃദയത്തിൽ നിന്നുള്ള സിനിമയാണ്. നിങ്ങളാണെങ്കിൽ കണ്ടാണ്, ഇവിടെ മിക്ക ആളുകളും കണ്ട സിനിമയാണ്. അത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം പുറത്തേക്ക് എത്തിക്കുക. ഇന്ന് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്ത തന്നെ ഈ പറയുന്ന രാജ്ബി ഷെട്ടി നമ്മളുടെ പടം എടുത്തു, സമുദ്ര ട്രൂത്ത് എടുത്തു എന്നുള്ളതാവണം. അത് ഹൃദയം കൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു. അത് നമ്മുടെ മ്യൂസിക്കും കൂടി വേണമല്ലേ എൻ്റെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. വെറുതെ എന്തെങ്കിലും ചോദിക്കേ. എഴുതി വന്നിട്ടുണ്ട്, മുടി സ്ട്രൈറ്റ് ചെയ്ത ഏത് ചാനലിനാണ് വെട്ടി വെച്ചേക്കുന്നത്? ചാനലിലെ ലോഗോ ചാനലിന്റെ ലോഗോ. അതിന് നീ ചോദിക്കും കോൺഫിഡൻസ് ചോദിക്കാം. എത്രയും പേര് പറഞ്ഞതിൽ ഒറ്റ പേര് പറയുന്നത് ജെയ്സന്റെ പേരാണ്. ജെയ്സന്റെ എഫേർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സ്ക്രിപ്റ്റ് കേട്ടത് മുതൽ പ്രൊഡ്യൂസറെ കണ്ടെത്തിയത്, ഡയറക്ടറെ കണ്ടെത്തിയത്, ഇങ്ങനൊരു കഥാപാത്രത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാനായിട്ട് എന്റെ ഇത്ര നേരം ഉണ്ടാകുന്ന ഇമേജ് മാറ്റിയെടുക്കാനുള്ള ആ ഒരു വെയിറ്റിംഗ് ആയിരുന്നു ഈ ഗുമസ്തന് വേണ്ടി. ഇമേജ് മാറ്റിയെടുക്കുക അങ്ങനെ അത്ര വലിയ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു നല്ല നടനാണ് എന്ന്, അല്ലെങ്കിൽ ഒരു നടനായി അറിയപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതിനൊരു അവസരം ആദ്യമായിട്ട് എനിക്ക് സുഗീതാണ് തരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് നരേൻ്റെ കൂടെയാണ്. അങ്ങനെ നമ്മളൊരു സിനിമ ജീവിതം തുടങ്ങി. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നത് നല്ലൊരു കഥാപാത്രം അല്ലെങ്കിൽ ആളുകൾക്ക് തിരിച്ചറിയപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത്. ചെറുതാണെങ്കിലും ഇപ്പോൾ ലൂസിഫറിലാണെങ്കിലും ഷൈലോക്കിലാണെങ്കിലും അല്ലെങ്കിൽ 2018 5-ാം ഭാഗം ഒരുപാട് ശ്രദ്ധിക്കുന്ന കഥാപാത്രങ്ങൾ ദൈവം സഹായിച്ചെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടെങ്കിലും ഒരു ത്രൂ ഔട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പടം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഓർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം ചെയ്യണം എന്നുള്ളത് ഏത് നടന്നെയും ഒരു ആഗ്രഹമായിരിക്കും. അതുപോലെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹിച്ച പോലത്തെ ഒരു കഥ കിട്ടിയപ്പോൾ അതെങ്ങനെയെങ്കിലും ദൈവമേ നടത്തി തരണേ എന്ന ആഗ്രഹത്തോടെ അതിനുവേണ്ടി കഠിനമായി ശ്രമിച്ചു. എല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇങ്ങനൊരു സിനിമ ഉണ്ടായി. അതാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു കാര്യം പറയണതേ, സത്യം പറഞ്ഞാൽ ജെയ്സ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു കഥ കേട്ടിട്ട് ജെയ്സ് ആദ്യമായിട്ട് ഒരു പ്രൊഡക്ഷൻ സെറ്റ് ചെയ്ത് ഉണ്ടാക്കി നിങ്ങൾ അങ്ങനെയാണെന്ന് മനസ്സിലാവണ്ടേ. ജെയ്സിന് അറിയാവുന്ന ഒരു കാര്യം പറയട്ടെ, ജെയ്സ് ആദ്യമായിട്ട് ജെയ്സിന് വേണ്ടി ഇതിൽ ചെയ്യണം. ജെയ്സ് എഫേർട്സ് എടുത്തുണ്ടാക്കിയ അമ്മാരി പ്രൊജക്ട്സ് മലയാളത്തിലുണ്ട്. അത് നമ്മൾ പറയുന്നില്ല എന്നല്ലോ, പക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നത് ജെയ്സ് സ്വന്തമായിട്ടൊരു കാര്യം നോക്കിയത്. അത്ര മാത്രമേ ഉള്ളൂ. കാരണം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. വേറെ കാര്യം അമൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ സിനിമയുടെ 1-2 സ്റ്റേജ് കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ജെയ്സ് അല്ലായിരുന്നെങ്കിൽ ജെയ്സിനെ മാറ്റിയിട്ട് മറ്റു പല കാര്യങ്ങളാണ് ഇതിലും പെട്ടെന്ന് ഈ പ്രൊജക്ട് നടക്കാവുന്ന സിറ്റുവേഷനിൽ ഈ പ്രൊജക്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവരവിടെ ഭയങ്കരമായ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ഈ സിനിമ ചെയ്തില്ലല്ലോ, ചെയ്യുവാണെങ്കിൽ ഈ ക്യാരക്ടർ ജെയ്സ് അതിന് അവർക്കൊരു കൈയടിയിട്ടാണ്. വളരെ ജെയ്സ് എടുത്ത് ഒരുപാട് എഫേർട്സ് ഉണ്ട്. അത് മറ്റു പലരും പിന്നെ മാറിപ്പോയതാണ്. അത് അതവിടെ നിൽക്കട്ടെ.
ചേട്ടാ ഇപ്പം നമ്മൾ ഇതിന് ഈ ഗുമസ്തനെ പറ്റി പറയുമ്പോൾ ഈ ജയ്സൺ ഇപ്പോൾ സാറ്റലൈറ്റ് വാല്യൂ ഇല്ലാത്ത നടൻ അല്ലെങ്കിൽ ഒരു മുൻനിര നായകന്മാരില്ലാത്തതുകൊണ്ട് ഈ പടത്തിൽ ഇപ്പൊ കയറുന്ന ആളുകൾ കൂടുതൽ അല്ലെങ്കിൽ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവാതെ പോയത് അതുകൊണ്ട് ആണോ എന്ന് തോന്നുന്നു. ജനങ്ങൾ വരാൻ അതന്നെ ജനങ്ങൾ വരാതിരിക്കുന്നത് മൂലം അല്ല, അതിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ. ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക ആരൊക്കെയാണ്, അല്ലെങ്കിൽ ആരാണ് സംവിധായകൻ, ഏത് നടൻ എന്നൊക്കെ നോക്കിയിട്ടല്ല. ഞാനാണെങ്കിലും അത് തന്നെ ചെയ്യും, നമ്മളെല്ലാവരും. അപ്പൊ അത് ആരുടെയും കുഴപ്പമില്ല. ആളുകൾക്ക് സിനിമ തിരിച്ചറിയുന്ന ദിവസം അവർ എത്തി തുടങ്ങി. അതാണ് എന്റെ സത്യം. പക്ഷെ അങ്ങനെ പറയുന്നത് ഭയങ്കര നന്ദിയുടെ ആയിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ പ്രേക്ഷകരോടുള്ള നന്ദിയുടെ. കാരണം എന്നിട്ട് പോലും നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ആളുകൾ ഉള്ള തിയേറ്ററിൽ നന്നായി വരുന്നു. ഇന്ന് ഓറഞ്ച് കത്തി എന്ന് പറയുന്നത് ചില്ലറക്കാരിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നന്ദി മാത്രമേ പ്രേക്ഷകരോട്. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ, നന്ദി മാത്രമേ ഉള്ളൂ. കാരണം ഒരു നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു താരമല്ലാഞ്ഞിട്ട് പോലും, അല്ലെങ്കിൽ പിന്നെ ഇവരെ പോലെ ഇത്രയും ആളുകൾ ഉള്ളതിന്റെ ഒരു പ്ലസിൽ ആണ് അത് തുടങ്ങി. പക്ഷെ എല്ലാ ജനങ്ങളും അത് ഏറ്റെടുത്തപ്പോൾ ഇന്ന് പല തിയേറ്ററിനും ഹൗസ്ഫുള്ളാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അത് ഇത് പറയുന്നതല്ല കേട്ടോ, സന്തോഷം കൂടെ ഷെയർ ചെയ്യുന്നുള്ളൂ. ടിക്കറ്റ് കിട്ടാനില്ല, അടുത്ത സൈഡ് ഷോയ്ക്കാണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നവരുടെ മെസ്സേജ് ഇപ്പോൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമായി പോയി. കാരണം ഇതൊക്കെ ജനങ്ങൾ തരുന്ന സപ്പോർട്ടല്ലേ. എല്ലാം നന്ദി മാത്രം. പറഞ്ഞോളൂ, അത്രേ ഉള്ളൂ. യേശുട്ടൻ ഈ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും സാമ്യം തോന്നുന്നു പുറത്ത് പറയുന്ന ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും? ഇല്ല, അങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏതെങ്കിലും നല്ല നടന്മാര് എന്നെ പറഞ്ഞു തോന്നുന്നത് അതൊരു അംഗീകാരമായിട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലല്ല, അതൊക്കെ വലിയ അതൊരു അംഗീകാരമല്ലേ. അത് അത്രേ ഉള്ളൂ. എനിക്ക് എനിക്കൊക്കെ അംഗീകാരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. വലിയ സന്തോഷമുണ്ടായിരുന്നു. ഇനി ഗുമസ്തൻ 2 വരുമ്പോൾ ഓൾറെഡി നമ്മളൊരു നല്ലൊരു പ്രോഡക്റ്റ് ഇറക്കിയതിന് ശേഷം നല്ല റെസ്പോൺസ് വരും. അതിന് രണ്ടാം ഭാഗം ഉണ്ടാകുന്ന പറഞ്ഞാൽ ഒന്നുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുകയും ചെയ്യുന്നത്. കാരണം ആദ്യം ഉണ്ടാക്കിയ എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് അതിൽ കൂടുതലായിരിക്കും പ്രഷർ ഉണ്ടാകുന്ന എക്സ്പെക്ടേഷൻ ഒക്കെ. പേടിയുണ്ട് സത്യം പറയാം? ഇല്ല, പേടിയില്ല. കാരണം എന്റെ കൂടെ ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല. അത് അഭിനയിക്കുമ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. കാരണം എന്റെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ആളുകൾ വളരെ ശക്തരാണ്. അതുകൊണ്ട് എനിക്കൊരു ഭയമില്ല. പിന്നെ ജനങ്ങളെ അത് ഏറ്റെടുക്കുന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ ആ ത്രെഡ് അത്രയും മനോഹരമാണ്. കാരണം അത് ഇത് വന്നാൽ അത്രയും നല്ല സംഭവമാണ്. അതിന്റെ ധൈര്യം തന്നെയാണ്. എടാ ആ മുടിയുടെ കട പറഞ്ഞത് എന്നിട്ട് ബാക്കി എന്തോ ചെയ്യുന്ന ഓരോ കഥാപാത്രം നമ്മൾ എടുക്കുന്ന റിപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ കഥ കേട്ട സമയത്ത് ചേട്ടന് ഈ കഥാപാത്രത്തോളം പ്രാധാന്യമുണ്ട്, ഉണ്ടാക്കുന്ന എലമെന്റ്സ് കത്തിക്കാണുമല്ലോ. അപ്പൊ ചെയ്യുന്ന ഒരു കഥാപാത്രം നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് പ്രേക്ഷകർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. എപ്പോഴും തോന്നിയിട്ടുണ്ട് ചെയ്യുന്ന കഥാപാത്രത്തിന് റിസൾട്ട് വരുന്നില്ലല്ലോ, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ട്? ഇല്ലടാ, ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന പോലെ ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ്. എന്നെ പോലെ ഒരു ഭാഗ്യമുള്ള ഒരാൾ ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം തന്നതും പ്രേക്ഷകർ തന്നതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും വളരെ സന്തോഷത്തോടുള്ള കാര്യം. ഈ പടത്തില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലിരുന്നിട്ടാണ് എന്നോട് ജെയ്സന്റെ പറഞ്ഞത്, ഇതിന് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അത് ഹീറോ അല്ല, ആദ്യം അതാ പറഞ്ഞേടാ, ഹീറോ അല്ല, ഹീറോ മെയിൻ കഥാപാത്രം ഞാനാണ് ചെയ്യുന്നത്, നിനക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ജെയ്സൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കഠിന പ്രയത്നത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് റിയാസൊക്കെ വന്നിട്ട് എന്നോട് കഥ പറയുന്നത്. ഞാൻ കഥ ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇങ്ങനെ തന്നെ എടുത്തു വെച്ചാൽ പടം ഹിറ്റാണെന്നാണ്. ഇങ്ങനെ തന്നെ ഈ കഥ കേട്ട പോലെ തന്നെ കേട്ടെ. പക്ഷെ അതിലും മനോഹരമായിട്ടാണ് അമലേട്ടൻ ഈ പടം ചെയ്തത്. എനിക്ക് ഞാൻ ഈ പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനി അങ്ങോട്ട് എങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചതിൽ നന്ദിയുണ്ട്. നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് ഈ ചിരിച്ച മുഖത്തോട് നിങ്ങൾ നിൽക്കുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള കാര്യമാണ്. ചോദ്യം കാരണം ചേട്ടൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നി. കാരണം ബാഡ് ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് പലരും നല്ല സിനിമകൾ വർക്കൗട്ട് ആവുന്ന വർക്കൗട്ട് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഒരു എഫേർട്ടിനെ മാനിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ലൊരു ഒരു കാണുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാന്ന് പറയുന്നത് റിവ്യൂ വലിയൊരു വിഷയമായിരുന്നു. പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇല്ല, ഇപ്പൊ ബാഡ് ബോയ്സിന്റെ കേസ് ആണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു 7 തിയേറ്ററിൽ ഇപ്പോഴും ഓടുന്നുണ്ട്, 3rd വീക്കായി. അതിന് നമ്മള് സന്തോഷത്തോടെ ഇരിക്കുക.
അതിലെ കഥാപാത്രങ്ങൾ കണ്ടിട്ട് നമ്മളെ വിളിച്ചിട്ട് എല്ലാവരും നല്ലതാണെന്ന് പറയുക. അതിന്റെ ഒപ്പം തന്നെ ഒരു വേറൊരു പടം അവിടെ കിടക്കുമ്പോൾ തന്നെ അടുത്ത പടം വരിക എന്ന് പറയുന്നതിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമാണ്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ബുക്ക് മൈ ഷോയിലെ ഇന്നായാലും ഇന്നലെയായാലും ബുക്ക് മൈ ഷോയിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഓറഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ തിയേറ്ററുകളുടെ എണ്ണം കുറവാണ്. അതെന്തുകൊണ്ടാണ്? അത്രയും പടങ്ങൾ ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്, അറിയാലോ. നമ്മൾ ഓൾറെഡി ഉള്ള സിനിമകൾ വളരെ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് നമുക്ക് 8 സിനിമകളും വേറെ ഈ ആഴ്ച ഇറങ്ങുകയും റിലീസ് ആവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് കൂടി ഉണ്ട് അതില്. അതായത് ഈ പറഞ്ഞ പോലെ അത്രയും 2 പടങ്ങൾ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം 8 പടങ്ങളോടൊപ്പം നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റി വളരെ കുറവാണ്. ഉള്ള ഷോസ് ആണ് ഞാൻ പറഞ്ഞത്. അത് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മുതൽ എല്ലാ ഷോകളും കൂടിയിട്ടുണ്ട്. ആശീർവാദിൽ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് കൂടിയിട്ടുണ്ട്. ഇനി ഈ ആഴ്ച ഇനിയും കൂടും. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. വേറെ ആരുമില്ല? മുടി സ്ട്രൈറ്റ് ചെയ്യാത്ത ആരുമില്ല? ചോദിക്കാം. കുറച്ചൊക്കെ പറഞ്ഞാൽ വലിയ താരവാലി ഒന്നിലും നല്ല കഥകളൊക്കെയാണ്, നല്ല കണ്ടന്റ് ഉണ്ടാവും. ഒരു സിനിമ മേക്ക് ചെയ്യാൻ മാത്രമല്ല, സെല്ലിങ്ങും ഒരു പാർട്ട് തന്നെയാണ്. പക്ഷെ ഒരു സിനിമ ഇറങ്ങി അല്ലെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഇത് തിയേറ്ററിൽ കാണുന്നതല്ലായിരുന്നു. നല്ല റിവ്യൂസ് ആ സമയത്തേക്ക് വരുന്ന സമയത്ത് ബിസിനസ്സുകൾ നടക്കുക എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നീട് അതിന് ബിസിനസ്സിന്റെ ഓപ്ഷൻ പോലും വരുന്നത്. ചേട്ടൻ മുമ്പ് പറഞ്ഞ പോയിന്റ് ഞാൻ ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനത്തെ ഒരു കഥ ഒരുപാട് കാശ് മുടക്കിയല്ലേ, ഒരുപാട് കോടികൾ മുടക്കി ഇറക്കുന്ന സിനിമകൾ പോലും നല്ല റെസ്പോൺസുകളല്ല, അല്ലെങ്കിൽ ഇച്ചിരി മേക്കിംഗ് ഉണ്ടാകാറുണ്ട്, നല്ല കണ്ടന്റ് ഉണ്ടാവായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചർച്ചകൾ വരാറുണ്ട്. ഇന്ന് ഗുമസ്തം പോലെ അല്ലെങ്കിൽ പഴഞ്ച പ്രണയം പോലെ ചിത്രങ്ങൾ വരുമ്പോൾ ഒരു മാർക്കറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നുണ്ടോ? മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞപ്പോൾ അബ്ദു ഈ പടം നിൽക്കുന്ന പോലെ എല്ലാ പ്രൊഡ്യൂസർമാരും ഇപ്പൊ എല്ലാ കുഞ്ഞുപടങ്ങളൊപ്പം നിൽക്കണമെന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മള് ഇപ്പോൾ ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരെയാണ് ഗുമസ്തന്റെ ശരിക്കും ആഴ്ച. അപ്പൊ ഇന്ന് മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങിയില്ലെങ്കിൽ, ഇന്നലെ മുതൽ അത് ഓറഞ്ച് കത്തി തുടങ്ങില്ല എന്നുണ്ടെങ്കിൽ ഈ വ്യാഴാഴ്ചത്തോടുകൂടി അതങ്ങ് എരിഞ്ഞടങ്ങും. അതാണ് അതിന്റെ സത്യാവസ്ഥ. അപ്പൊ അടുത്ത ആഴ്ചത്തോട്ട് പോകുന്ന ബ്രീതിങ് സ്പേസ് ഉണ്ടാകുന്നത് ഈ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ചയോടുള്ള നമ്മുടെ തിയേറ്ററിലെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ മോണ്ടോറായി പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്കിലോട്ട് കയറും. പഴഞ്ചപ്രണയത്തിലുള്ള ഫസ്റ്റ് വീക്ക് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൽ കയറി പിന്നെ മുന്നോട്ട് പിന്നെ സെന്റേഴ്സ് കുറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ആഴ്ച നമുക്ക് തമിഴ് പടമുണ്ട്, തെലുങ്ക് പടമുണ്ട്, മലയാളം പടമുണ്ട്. ഇതിനിടയിൽ നിൽക്കട്ടെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വൈകുന്നേരമുള്ള ഷോയ്ക്ക് ആളില്ല. ചില നമുക്ക് പലയിടത്തും സെക്കൻഡ് ഷോസ് ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് ഷോസ് ആഡ് ചെയ്ത് തുടങ്ങി. ചെറിയ പടങ്ങൾക്ക് എപ്പോഴും അതിന്റെ പരിമിതമായ സ്പേസ് കിട്ടുള്ളൂ. പിന്നെ തിയേറ്റേഴ്സ് പണ്ടത്തെ പോലെ അവരും കൂടുതൽ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മളത് പറഞ്ഞുകൊണ്ട് രാമചന്ദ്രന്മാർ എപ്പോഴും ഒരു പടം എത്ര ഞങ്ങളുടെ പഴഞ്ച പ്രണയം ഇവിടുത്തെ എക്സിബിറ്ററിൽ ഒരാൾ വിളിച്ചു പറഞ്ഞാണ് നല്ല കണ്ടെത്താറുണ്ട്, നല്ല പടമുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്ന നമുക്കൊരു പരിധിയുണ്ട്. അതുകൊണ്ടൊക്കെ ഈ പരിമിതിയുണ്ട്. താരവാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. താരവാല്യാണോ സ്റ്റാർ വാല്യാണോ? ഞാൻ എനിക്കിപ്പോ സ്റ്റാർ വാല്യുള്ള ഒരാളായിട്ട് ഞാൻ എന്നെ പരിഗണിക്കുന്നില്ല. നല്ല സിനിമകളുടെ ഭാഗം മാത്രമേ നോക്കുന്നുള്ളൂ. പഴഞ്ചപ്പടം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അവരുടെ സിനിമയാണെങ്കിൽ വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. കൂടുതൽ ഞാൻ നവാഹനോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്ത് നമുക്ക് പേര് കിട്ടിയിട്ടുണ്ട്. മത്സരിക്കാൻ താരവാല്യൂ വേണ്ടല്ലോ. ഞങ്ങള് ദേവര NTR ഒക്കെ ആയിട്ടാണ് മത്സരിച്ചു കൊണ്ടിരുന്നത്. ഗുമസ്തന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വിജയേട്ടൻ ഒരു കോളേജിൽ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടുത്തെ ഒരു പ്രിൻസിപ്പളായിട്ട് ഒരു മോശം അനുഭവം നേരിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നിരുന്നു. നമുക്കൊക്കെ എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റിയത്? സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും. കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും, കുറെ ഇത് പറയും. പിന്നെ അതിന്റെ പുറകിൽ വേറെ 2 അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ഗുമസ്തന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങൾ അത് വിട്ടുകളയുന്നു. ഒരു കലാകാരന്മാരെ സംബന്ധിച്ച് അത് ചെയ്യേണ്ട കാര്യമില്ലേ? അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല.
എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യമായിട്ട് വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നത് വിഷമിച്ചാണ്. പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറെ ചീത്തകളൊക്കെ വെട്ടിക്കൊടുത്തുന്ന കാര്യം അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ. എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കാനാണ്. അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി, ഇനി വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു എല്ലാം തുടക്കം ഉണ്ടാവുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നാണ്. അതെ അതെ ചോദിച്ചത് ആ സ്ഥലത്ത് നിന്നാണ് ഇത്ര നേരിടേണ്ടി വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം. കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു. സത്യമായിട്ട് അത് വഷളാക്കണ്ട, അതുകൊണ്ട് പറയണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കിയാണ്. ഈസി ആയിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളുടെ പടം എല്ലാവരും പറഞ്ഞാൽ അന്ന് ഒരുപാട് പേര് പറയാൻ ശ്രമിച്ചതാണ്. അപ്പൊ ബിബിൻ തന്നെയാണ് തീരുമാനം എടുത്തത് അത് പുറത്തുവിടുന്ന. കാരണം ഞാൻ എല്ലാ സിനിമകൾക്കും ഞാൻ കോളേജിൽ പ്രൊമോഷൻ പോകണം, എത്രയോ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷെ അത് അതിന്റെ കഴിഞ്ഞു. താങ്ക് യു. ആ ചോദ്യം ചോദിച്ചതിന് വളരെ സന്തോഷം. കുറച്ച് പ്രാവശ്യം ഇവിടെ പീസായിട്ടൊന്നും മരുന്നില്ല. പടത്തിന്റെ അവസാനം വരുന്ന സമയത്ത് ഇപ്പൊ ഒരു സീക്വൽ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഈ സമയത്ത് ഞാൻ കണ്ടപ്പോ തിയേറ്ററിൽ കണ്ടിറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിലേക്ക് മാത്രം ചേട്ടൻ കൊണ്ടുവന്ന തന്നെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടോന്ന് എനിക്ക് പറഞ്ഞത് ആദ്യം പറയുമ്പോഴൊന്നും പക്ഷേ ഫിലിം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോഴാണ് ജെയ്സ് പറയുന്നത് അപ്പോൾ നന്നായി വന്നിട്ടുണ്ട്, ഒരു സാധ്യത ഉണ്ട്. അവൻ ശരി 2 ഷോട്ടില് ഒരാളെ കൊണ്ടുവന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തിച്ചില്ലേ. അങ്ങനെ പറഞ്ഞില്ലേ സെക്കൻഡ് പാർട്ടിലേക്ക് ആയിരിക്കും ഇത് വരുന്ന. ആദ്യം അത് ശരി, ആദ്യമേ സീക്വൽ ആയിട്ട് അതാ ഞാൻ പറഞ്ഞത്. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് പകുതി കഴിഞ്ഞപ്പോ ജെയ്സ് ഇതൊന്ന് ഹിന്റ് ചെയ്തു. പക്ഷെ പടം റിലീസ് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം യെസ് ഓർ നോ എന്നുള്ളത്. പടം കണ്ടപ്പോ എന്റെ അടുത്ത് ഞാൻ പടം കണ്ട് പുറത്തിറങ്ങിയപ്പോ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറഞ്ഞു ഇതുപോലെ സെക്കൻഡ് പാർട്ട് വേണം. കുറച്ച് മീഡിയക്കാർ വന്നപ്പോൾ അവരെന്നെ വന്നു പറഞ്ഞു. അത് പോയി സർപ്രൈസിങ് ആയിരുന്നു. നമ്മളൊരു ഹിന്റ് അവിടെ കാണുന്നവർക്ക് അറിയാം പോസിബിലിറ്റി. പക്ഷെ അങ്ങനെ പലരും പറഞ്ഞു. ഇതിനു മുമ്പ് എന്റെ പടം കണ്ടവർ പറഞ്ഞു, ചോദ്യം ചോദിച്ചിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടോ. അപ്പൊ ഞാൻ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതന്നെ നമ്മൾ ഈ തിയേറ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വന്നപ്പോൾ കഴിഞ്ഞ ഷോപ്പിലൊക്കെ എല്ലാവരും അത്രയും സന്തോഷത്തിൽ നമ്മുടെ ഫാമിലി എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കാര്യം സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടും കൂടി തന്നെയാണ് നമ്മൾ അതിന്റെ ഉത്തരം കൊടുക്കാൻ തീരുമാനിച്ചത്. കുറെ നേരമായിട്ട് ഞാൻ നോക്കുന്നു, 2 പേരുടെ പ്ലാൻ ചെയ്യും. എന്നിട്ട് ഏറിട്ട് എന്നെ നോക്കുന്നു, ചിരിക്കുന്നു, ഞാൻ നോക്കുന്നു. കുറെ നേരം ചോദ്യം എന്താണെന്ന് പറഞ്ഞ് കേട്ടാ മതി. ചോദിക്കണേന് അവര് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല ബാക്കി ഡയലോഗ് കുറെ പറഞ്ഞോണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ സിനിമയിൽ കുറച്ച് സെക്കൻഡ് പാർട്ട് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും പ്രതീക്ഷയുണ്ടോ? സിനിമ കണ്ടോ? എന്റെ കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്, മനസ്സിലായോ? ഓരോ ആഴ്ചയും സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ ഫസ്റ്റ് പാർട്ട് കാണാം, എന്നിട്ട് സെക്കൻഡ് പാർട്ടിനെ പറ്റി കണ്ടിട്ട് നമ്മൾ പറയാം. അടുത്ത ഇന്റർവ്യൂവിന് ഞാൻ ഇതിന് ഉത്തരം തരാം. ഓക്കെ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓ എനിക്ക് വയ്യ. താങ്ക് യു. ഇതിനു മുമ്പ് നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? പറയടാ. ചേച്ചിയുടെ മകനാണ്. അല്ല മോനെ നെപ്പോട്ടിട്ടാക്കാൻ നോക്കുന്നുണ്ട്. അതോ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതാ അമ്മല് പിടിച്ച് കയറ്റി നിർത്തിയത് എന്റെ പൊന്നു മോനെ. ഞാൻ എന്റെ അച്ഛനോ അമ്മയോ ആരും സിനിമയിലില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അഭിനയിക്കൊന്നുമില്ല. ഞാൻ എത്തിയിട്ട് ഓരോ ഭാഗ്യം. എന്തോ
എല്ലാരും എന്റെ ഇങ്ങോട്ടല്ലേ ആ അതേടോ ഒറ്റയ്ക്ക് ആർക്കും വഴിയുണ്ടോ പറ്റില്ല സൈഡിലാണ് ചേച്ചി അതിന്റെ കൂടെയുള്ളതെല്ലാം കൂടി ചേർത്ത് പറയണം. ഒറ്റയ്ക്ക് വഴിയുണ്ട് എന്നിട്ട് വേണം ക്യാപ്ഷൻ ഇടാൻ. അടുത്ത ചോദ്യം മക്കളെ വേറെ ചോദ്യങ്ങൾ ഇതിൽ എത്ര പേര് സിനിമ കണ്ടു? നിങ്ങള് ക്യാമറ ഇങ്ങോട്ട് വന്നവരല്ലേ കൈ വയ്ക്കുക. ആ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങള് ഇന്റർവ്യൂവിന് വരുമ്പോഴ അല്ലെ ഞങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോ അതിന് മൊത്തം കേൾക്കണം, ഇടയ്ക്ക് ഒരു കാര്യത്തിന് വരുമ്പോ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ചോദിക്കുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരും. ഇത് അവിടുന്ന് ഇവിടുന്ന് കേട്ടിട്ട് അതിന്റെ മുക്കും മൂലയും പിടിച്ച് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്ത് വരാതിരിക്കുക. കാരണം നിങ്ങള് ആ ചോദ്യങ്ങളുടെ ജോലിയോട് നിങ്ങളും ഒരു നീതി പുലർത്തുക. ഓക്കെ, ക്യാപ്ഷൻ ഇട്ട് റീച്ച് കൂട്ടാൻ മാത്രം ശ്രമിക്കാതിരിക്കുക. എല്ലാവർക്കും ആവേശമല്ലോ. ചോദിക്കട്ടെ പറഞ്ഞേ പറഞ്ഞു ചോദിക്കുന്നുണ്ട് എല്ലാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കഴിവുള്ള ഡയറക്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ ഈ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾക്ക് തോന്നിയത് പറഞ്ഞാൽ കഴിവുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ജോബിനായിട്ടാണ് തോന്നിയത്. അപ്പൊ എങ്ങനെ എല്ലാം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ സൗഹൃദമാണ് എല്ലാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മ്യൂസിക് ചെയ്ത ബിനോയി ആണെങ്കിൽ പോലും അമ്മാതിരിയായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിനെ ഒരു കൺഗ്രാറ്റ്സ് നമുക്ക് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിവുകൾ ഒത്തിരി വരുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ തോന്നുന്നു. പല ആൾക്കാരും സിനിമയിൽ ആഗ്രഹിക്കുന്ന സ്ക്രിപ്റ്റ് എടുക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊജക്ട് റെഡിയാക്കുന്നവർക്ക് അതിനുവേണ്ടി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്ട് ഒത്തിരി ആൾക്കാർ ഇനിയും വരാൻ ഓരോ ആൾക്കാർ വരാൻ എല്ലാവർക്കും ഒരു ഡേറ്റ് ഓരോരുത്തരും അതുകൊണ്ട് അവന്മാർക്ക് അവിടെ പോയിരിക്കും. ക്യാമറ മാത്രം ഇവിടെ കാണും, നമ്മളും കാണും. അതുകൊണ്ട് വേറൊരു കാര്യം, പുതിയ ആൾക്കാരെ കുറിച്ച് ചോദിച്ചുകൊണ്ട് പറയാം. ഇങ്ങനെ ഒരു സിനിമ വന്ന് നല്ലൊരു ഒപ്പീനിയനോടുകൂടി ഈ സിനിമ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കുള്ളൊരു പ്രസക്തി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ച പുതിയ പുതുമുഖങ്ങൾ വരുമ്പോഴാണ്. ആർട്ടിസ്റ്റുമാരാവാം, ടെക്നീഷ്യൻസ് ആവാം. ഈ സിനിമയിലൂടെ പുതിയൊരു പ്രൊഡ്യൂസർ വരുന്നു, റീ റെക്കോർഡിങ് ചെയ്ത ആൾ വരുന്നു, പുതിയ റൈറ്റർ വരുന്നു, എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ വേണ്ടി ഒരു ഡയറക്ടർ വരുന്നു. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമ മലയാള സിനിമയ്ക്ക് നൽകാൻ പോകുന്ന ഒരു പോയിന്റ് എന്നാണ്. ലൈക്ക് ന്യൂ കമേഴ്സ് ആർ കമ്മിങ് ആൻഡ് അതെപ്പോഴും ഇൻഡസ്ട്രിക്ക് വളരെ ഹെൽത്തിയാണ്. സോ ദാറ്റ് ഈസ് ഉമസ്തനെ കൊണ്ട് ഉമസ്തൻ വിൽ ബി എ ലോഞ്ച് ഫോർ ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ. അതൊരു നല്ല കാര്യം. ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് കാർത്തി അതെ അതെ കഴിഞ്ഞിട്ട് അത് ഏത് മാസമാണെന്ന് അറിയില്ല. കാരണം കൂലിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വേണം ഡീറ്റെയിൽസ് കൂലി കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം എല്ലാം റെഡിയാണ്. അതിന്റെ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഗുമസ്തൻടൂന് ശേഷം അതാട്ടോ നേരെ കണക്ട് ചെയ്താടാ, ഇല്ലെങ്കിൽ നീയൊക്കെ കൈനീട്ടു മാത്രം എടുത്തു. പകർത്തിയുള്ളതാണ്.